ഹലോ, ഞാനെന്നുള്ളത് തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര താലൂക്കിലെ ചെങ്കൽ എന്നൊരു സ്ഥലത്താണ്. അതായത് ചെങ്കൽ മഹേശ്വരം ശ്രീ ശിവപാർവതി ക്ഷേത്രത്തിലാണ് ഞാനെന്നുള്ളത്. ശിവക്ഷേത്രങ്ങൾ നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ടെങ്കിലും ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെയാണ് 111.2 അടി ഉയരവുമായി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ സ്ഥാനം പിടിച്ച ശിവലിംഗം സ്ഥിതി ചെയ്യുന്നത്. നിർമ്മിച്ച സമയത്ത് ഇത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശിവലിംഗമായിരുന്നു. എന്നാൽ 2021 ആസാമിലെ നാഗൌണിലുള്ള മഹാമൃത്യുഞ്ജയ ക്ഷേത്രത്തിൽ നിർമ്മിച്ച 126 അടി ഉയരമുള്ള ശിവലിംഗം ഉദ്ഘാടനം ചെയ്തതോടെ ഇത് ലോകത്തിലെ രണ്ടാമത്തെ വലിയ ശിവലിംഗമായി മാറി. അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് ഈ ശിവലിംഗത്തിന്റെയും അമ്പലത്തിന്റെയും വിശേഷങ്ങളാണ്. ക്ഷേത്രത്തിന്റെയും ശിവലിംഗത്തിന്റെയും ഉള്ളിൽ വീഡിയോഗ്രാഫി അലൗഡ് അല്ലാത്തതുകൊണ്ട് ഒരു ഷോർട്സ് വീഡിയോ മാത്രമാണ് ഞാൻ ആദ്യം പ്ലാൻ ചെയ്തത്. പക്ഷേ ഈ ശിവലിംഗത്തിന്റെ ഉള്ളിൽ കയറി അതിലെ മാസ്മരികമായ കാഴ്ചകൾ കണ്ടപ്പോൾ ആ വിശേഷങ്ങൾ നിങ്ങളുമായി കൂടി ഒന്ന് ഷെയർ ചെയ്യണമെന്ന് കരുതി അങ്ങനെയാണ് ഇതൊരു ലോങ് വീഡിയോ ആയി മാറിയത്. ഉള്ളിലെ കാഴ്ചകൾ കാണാൻ സാധിക്കുന്നില്ലെങ്കിലും ലഭ്യമായ കാഴ്ചകൾ കാണിക്കുന്നതിനൊപ്പം ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളും കൂടി ഞാൻ ഷെയർ ചെയ്യാം. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണുക കേട്ടോ. ക്ഷേത്രത്തിന്റെ 4 ഭാഗത്തും ആനകളുടെ രൂപങ്ങളോട് കൂടിയ പ്രവേശന കവാടങ്ങൾ കാണാം. 3 നിലകളോടുകൂടിയ കിഴക്കേ ഗോപുരം ക്ഷേത്രത്തിന്റെ മുഴുവൻ പ്രൗഢിയും നിലനിർത്തി നിൽക്കുന്നു. കിഴക്കേ ഗോപുരത്തിന് നേരെ മുന്നിലായി ഭഗവത് വാഹനമായ നന്ദികേശന്റെ ഒരു വിഗ്രഹം കാണാം. ഭക്തർ നന്ദിയുടെ ചെവിയിൽ ആഗ്രഹങ്ങൾ പറയുന്നത് ഇവിടെ ഒരു പതിവ് കാഴ്ചയാണ്. നമുക്ക് ആദ്യമായിട്ട് ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം എന്താണെന്ന് നോക്കാം. പ്രശസ്ത താന്ത്രികാചാര്യനും ജ്യോതിഷ പണ്ഡിതനുമായിരുന്ന ബ്രഹ്മശ്രീ പറവൂർ ശ്രീധരൻ തന്ത്രികൾ നടത്തിയ ദേവപ്രശ്നത്തിൽ ഈ ക്ഷേത്രത്തിന് ഏകദേശം 2000 വർഷം പഴക്കമുണ്ടെന്ന് കണ്ടെത്തുകയുണ്ടായി. പഴയ ക്ഷേത്രം നശിച്ചുപോയ ശേഷം ഇപ്പോഴത്തെ ക്ഷേത്രം ഉയർന്നു വന്നത് 1960കളിലാണ്. അതിന് നിമിത്തമായത് കൃഷ്ണൻകുട്ടി എന്ന പേരുണ്ടായിരുന്ന സ്വാമി മഹേശ്വരാനന്ദ സരസ്വതിയാണ്. ആ കഥ ഇങ്ങനെയാണ്. ചെങ്കൽ ഗ്രാമത്തിലെ ഒരു ദരിദ്ര കുടുംബത്തിൽ ജ്ഞാനപ്രകാശം ചെല്ലമ്മാൾ ദമ്പതികളുടെ മകനായി 1954 നവംബർ 14 ജനിച്ച കൃഷ്ണൻകുട്ടി 3 വയസ്സുള്ളപ്പോൾ മുതൽ വീടിന്റെ തെക്കു പടിഞ്ഞാറ് ഭാഗത്തു പോയി ധ്യാനിച്ചിരിക്കുക പതിവായിരുന്നു. അദ്ദേഹം ധ്യാനിച്ചിരുന്ന സ്ഥലത്തിനടുത്ത് ഒരു പുറ്റ് വളർന്നു വലുതായി വന്നു. ഈ അവസരത്തിൽ അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ പലതവണ അത് തകർക്കാൻ ശ്രമിച്ചെങ്കിലും അപ്പോഴെല്ലാം പൂർവാധികം ശക്തിയോടെ അത് വളർന്നു വരികയായിരുന്നു. ഒരിക്കൽ ഈ പുറ്റ് തകർക്കാൻ ശ്രമിച്ചപ്പോൾ അതിനകത്തുനിന്നൊരു പാമ്പ് പുറത്തേക്ക് വന്നതായും കഥയുണ്ട്. ഇതേ തുടർന്ന് പ്രശ്നം വെച്ചപ്പോൾ പുറ്റിൽ ശിവപാർവതി സാന്നിധ്യമുണ്ടെന്ന് കണ്ടെത്തുകയുണ്ടായി. തുടർന്ന് നാട്ടുകാർ ഈ പുറ്റിന് നിത്യപൂജ നടത്തുന്നത് പതിവാക്കി. വർഷങ്ങൾക്ക് ശേഷം കൃഷ്ണൻകുട്ടി തന്നെ അവിടെ ഒരു ക്ഷേത്രം പണിയുകയും ശിവപാർവതിമാരെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. കാലാന്തരത്തിൽ ഈ ക്ഷേത്രം വളർന്നു വലുതാവുകയും ഗണപതി, സുബ്രഹ്മണ്യൻ, അയ്യപ്പൻ എന്നിവരുടെ ഉപപ്രതിഷ്ഠകൾ നടത്തുകയും ചെയ്തു. തുടർന്ന് 2012 ക്ഷേത്രത്തിലെ പ്രധാന ആകർഷണമായി മാറിയ മഹാശിവലിംഗത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. 7 വർഷം നീണ്ട നിർമ്മാണത്തിനൊടുവിൽ 2019 നവംബർ 10 ഇത് ഭക്തർക്കായി തുറന്നുകൊടുത്തു. തുറന്ന കാലത്ത് തന്നെ ഇത് ഏഷ്യ ബുക്ക് അടക്കം നിരവധി റെക്കോർഡുകൾ കരസ്ഥമാക്കിയിരുന്നു. ഇപ്പോൾ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിദേശത്തു നിന്നുപോലും നിരവധി ആളുകളാണ് ക്ഷേത്രം കാണാനായി എത്തുന്നത്. ക്ഷേത്രത്തിന്റെ തെക്കു പടിഞ്ഞാറേ മൂലയിൽ പ്രത്യേകം തീർത്ത ഒരു മണ്ഡപമാണ് ക്ഷേത്രത്തിലെ മറ്റൊരു പ്രത്യേകത. നിത്യേനയുള്ള ഗണപതി ഹോമം നടത്താനായി പണികഴിപ്പിച്ച ഈ മണ്ഡപത്തിൽ 32 ഗണപതി രൂപങ്ങൾ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാന ആകർഷണമായ മഹാശിവലിംഗത്തിന്റെ വിശേഷങ്ങൾ നോക്കാം. വടക്കു പടിഞ്ഞാറേ മൂലയിലാണ് ഈ ശിവലിംഗം സ്ഥിതി ചെയ്യുന്നത്. ഇത് വെറുമൊരു ശിവലിംഗം എന്നതിലുപരി അകത്തേക്ക് കയറാവുന്ന രീതിയിൽ പണിത ഒരു കെട്ടിടമാണ്. ഇതിനുള്ളിലേക്ക് കയറുന്നതിനും കാണുന്നതിനുമായിട്ട് 100 രൂപയാണ് ഒരാൾക്കുള്ള പ്രവേശന ഫീസ്. ഷഡാധാര വിധി അനുസരിച്ച് പണി കഴിപ്പിച്ച ഈ കെട്ടിടത്തിനകത്ത് 7 നിലകളുണ്ട്. ഇവ മനുഷ്യ ശരീരത്തിലെ 7 ചക്രങ്ങളെ സൂചിപ്പിക്കുന്നു. അവയിൽ ഓരോന്നിലും വിവിധ ദേവീ ദേവരൂപങ്ങൾ കാണാം. ഏറ്റവും താഴെയുള്ള നിലയെ അടിസ്ഥാന ചക്രമായ മൂലാധാരത്തിന്റെയും പിന്നെ മുകളിലേക്കുള്ള ഓരോ നിലയെയും ക്രമത്തിൽ സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരം എന്നിവയുടെയും പ്രതീകങ്ങളായി കണക്കാക്കി വരുന്നു. മനുഷ്യരെ ശിവാരാധനയിലൂടെ ആത്മസാക്ഷാത്കാരത്തിന്റെ പാതയിൽ എത്തിക്കുക എന്ന സങ്കല്പമാണ് ഇതിന് പിന്നിൽ. ഇവയിൽ ഓരോ നിലകളിലും പ്രത്യേക ആകൃതിയിലുള്ള താമരപ്പൂക്കളും കാണാം. അവ ഓരോ ചക്രത്തിന്റെയും പ്രതീകമാണ്. മൂലാധാരത്തെ പ്രതിനിധീകരിക്കുന്ന താമരയ്ക്ക് 4, സ്വാധിഷ്ഠാനത്തെ പ്രതിനിധീകരിക്കുന്ന താമരയ്ക്ക് 6, മണിപൂരകത്തെ പ്രതിനിധീകരിക്കുന്ന താമരയ്ക്ക് 10, അഹാനതത്തെ പ്രതിനിധീകരിക്കുന്ന താമരയ്ക്ക് 12, വിശുദ്ധിയെ പ്രതിനിധീകരിക്കുന്നതിന് 16, ആജ്ഞയെ പ്രതിനിധീകരിക്കുന്നതിന് 2, ഇനി സഹസ്രാരത്തെ പ്രതിനിധീകരിക്കുന്ന താമരയ്ക്ക് 1000 ഇതളുകളുടെ എണ്ണം. ഓരോ നിലയിലും യഥാക്രമം ചുവപ്പ്, ഓറഞ്ച്, മഞ്ഞ, പച്ച, നീല
ഇൻഡിഗോ, വെള്ള എന്നീ നിറങ്ങളാണ് നൽകിയിരിക്കുന്നത്. എല്ലായിടത്തും ധ്യാനിക്കാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഏറ്റവും താഴെയുള്ള നിലയിൽ ഭക്തർക്ക് സ്വയം പൂജിക്കാൻ സൗകര്യത്തിൽ ഒരു ശിവലിംഗവും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അത് മറ്റൊരു പ്രത്യേകതയാണ്. ഇനി അവസാനത്തെ നിലയിൽ കൈലാസ പ്രതീതി ഉണ്ടാക്കുന്ന രീതിയിലാണ് നിർമ്മാണം നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയധികം വിശേഷങ്ങളുള്ള ഈ ചെങ്കൽ മഹേശ്വരം ശ്രീ ശിവപാർവതി ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാൻ ധാരാളം വഴികളുണ്ട്. ദേശീയപാത 66 ഉദിയൻകുളങ്ങരയിൽ നിന്ന് തിരിഞ്ഞ് വ്ളാത്താങ്കര വരെ പോകുന്ന ബസ് റൂട്ട് ക്ഷേത്രത്തിന്റെ തെക്കു ഭാഗത്തു കൂടിയാണ് കടന്നു പോകുന്നത്. ഇനി തിരുവനന്തപുരം കഴക്കൂട്ടം ഭാഗത്തു നിന്നും വരുന്നവർക്ക് കഴക്കൂട്ടം കന്യാകുമാരി ബൈപ്പാസിലൂടെ കോവളം ജംഗ്ഷനിൽ നിന്ന് 17 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇവിടേക്ക് എത്തിച്ചേരാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ, അതായത് ചെങ്കൽ മഹേശ്വരം ശ്രീ ശിവപാർവതി ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഈ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. സോ ഇഷ്ടമായെങ്കിൽ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്.